മരണത്തിന്റെ തൊട്ടു മുമ്പ് വരെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതി ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് ലോകത്തിനു മുന്നിലെത്തിച്ച മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷെരീഫിന്റെ ഒസ്യത്തിലെ വരികൾ ലോകത്തിന്റെ നൊമ്പരമാവുകയാണ്. അൽ ജസീറ അറബിക് കറസ്പോണ്ടന്റായ അനസ് ഉൾപ്പെടെ 5 മാധ്യമപ്രവർത്തകരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. കറസ്പോണ്ടന്റ് മുഹമ്മദ് റെയ്ക്ക്, ക്യാമറ ഓപ്പറേറ്റർമാരായ ഇബ്രാഹിം സഹീർ, മുഹമ്മദ് നൌഫൽ, മോ അമീൻ അലിവ എന്നിവരാണ് കൊല്ലപ്പെട്ട സഹപ്രവർത്തകർ. ഗസയിലെ മരണമുനമ്പിലൂടെ വംശഹത്യയുടെ നേർക്കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ നിർഭയം ഇറങ്ങിപ്പോകുമ്പോൾ മരണം മുന്നിൽ കണ്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കൊല്ലപ്പെട്ട ശേഷം അനസ് അൽ ഷെരീഫിന്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവന്ന അവസാന സന്ദേശം. 4 മാസം മുമ്പ് തയ്യാറാക്കി സഹപ്രവർത്തകരെ ഏൽപ്പിച്ച ഒസ്യത്താണ് മരണശേഷം അനസിന്റെ അക്കൗണ്ടിലൂടെ തന്നെ പോസ്റ്റ് ചെയ്തത്. അതിങ്ങനെ: ഇതാണ് എന്റെ അവസാന ഒസ്യത്തും എന്റെ അവസാന സന്ദേശവും. എന്റെ വാക്കുകൾ നിങ്ങളിൽ എത്തുകയാണെങ്കിൽ എന്നെ കൊല്ലുന്നതിലും എന്നെ നിശബ്ദമാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചു എന്നറിയുക. അള്ളാഹുവിന്റെ സമാധാനവും കരുണയും നിങ്ങളിൽ ഉണ്ടാവട്ടെ. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഇടവഴികളിലും അയൽപ്പക്കങ്ങളിലും ഞാൻ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നതു മുതൽ എന്റെ ജനങ്ങൾക്ക് പിന്തുണയും ശബ്ദവുമാകാൻ ഞാൻ എന്റെ എല്ലാ പരിശ്രമവും ശക്തിയും ചെലുത്തിയെന്ന് അള്ളാഹുവിനറിയാം. എന്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം അഷ്കലോണിലേക്ക്, ഞങ്ങളുടെ യഥാർത്ഥ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കഴിയും വിധം അള്ളാഹു എന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടം പരമോന്നതമായിരുന്നു, അവന്റെ വിധി അന്തിമവും. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഞാൻ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, യാതനകളും നഷ്ടവും ആവർത്തിച്ചനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും വ്യാജമോ വളച്ചൊടിക്കലോ ഇല്ലാതെ സത്യം അതേപടി അറിയിക്കാൻ ഞാൻ ഒരിക്കലും മടിച്ചിട്ടില്ല. ഞങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിൽ മൗനം പാലിച്ചവർക്കും അംഗീകരിച്ചവർക്കും ശ്വാസം അടക്കിപ്പിടിച്ചവർക്കും നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശരീരാവശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം ചലിക്കാത്തവർക്കും 1.5 വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന കൂട്ടക്കൊല നിർത്താത്തവർക്കുമെതിരെ അള്ളാഹു സാക്ഷിയാകട്ടെ. മുസ്ലിം ലോകത്തിന്റെ കിരീടത്തിലെ രക്തവും ഈ ലോകത്തിലെ ഓരോ സ്വതന്ത്ര വ്യക്തിയുടെയും ഹൃദയമിടിപ്പുമായ ഫലസ്തീനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വപ്നം കാണാനും സുരക്ഷിതത്വത്തിലും സമാധാനത്തിലും ജീവിക്കാനും അവസരം നിഷേധിക്കപ്പെട്ട ഫലസ്തീനി ജനതയെയും ജനങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട കുട്ടികളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ശുദ്ധമായ പിഞ്ചു ശരീരങ്ങൾ പരസഹസ്രം ടൺ കണക്കിന് ഇസ്രായേലി ബോംബുകളും മിസൈലുകളും ഏറ്റ് ഛിന്ന ഭിന്നമായി അവശിഷ്ടങ്ങൾ ഗസയുടെ തകർന്ന ചുവരുകളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. നിങ്ങൾ നിയന്ത്രണങ്ങളാൽ നിശബ്ദരാകരുതെന്നും അതിർത്തികളാൽ തടഞ്ഞു നിർത്തപ്പെടരുതെന്നും ഞാൻ ഉപദേശിക്കുന്നു. നമ്മുടെ തട്ടിയെടുത്ത മാതൃരാജ്യത്ത് അന്തസ്സിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സൂര്യൻ പ്രകാശിക്കുന്നതിന് രാജ്യത്തിന്റെയും അതിന്റെ ജനങ്ങളുടെയും വിമോചനത്തിലേക്കുള്ള പാലങ്ങളാവുക. എന്റെ കുടുംബത്തെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ കണ്ണിലെ കൃഷ്ണമണി, എന്റെ പ്രിയപ്പെട്ട മകൾ ഷാം, ഞാൻ സ്വപ്നം കണ്ടതുപോലെ ജീവിക്കുന്നത് കാണാൻ കഴിയാതെ അവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മകൻ സലാഹിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവൻ ശക്തനാകുന്നത് വരെ അവന് താങ്ങും കൂട്ടുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ എന്റെ ഭാരങ്ങൾ വഹിക്കുകയും തന്റെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ എന്നെ അനുഗ്രഹിക്കുകയും ഈ ഘട്ടത്തിലെത്താൻ എന്നെ പ്രാപ്തനാക്കുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥനകൾ എന്റെ പരിചയവും വെളിച്ചവുമായിരുന്നു. അവരുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്താനും എനിക്ക് വേണ്ടി അവർക്ക് സമൃദ്ധമായി പ്രതിഫലം നൽകാനും ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിത സഖി പ്രിയപത്നി ഉമ്മു സലാഹ് ബയാനെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. യുദ്ധം ഞങ്ങളെ നീണ്ട ദിവസങ്ങളും മാസങ്ങളും വേർപെടുത്തി. പക്ഷേ അവൾ തന്റെ ഉടമ്പടിയിൽ ഉറച്ചു വളയാത്ത ഒലിവ് തടി പോലെ നിവർന്നു നിന്നു. ക്ഷമയും സംതൃപ്തിയും നിലനിർത്തി. എന്റെ അഭാവത്തിൽ അവൾ എല്ലാ ശക്തിയോടും വിശ്വാസത്തോടും കൂടി അമാനത്ത് ശിരസാ വഹിച്ചു. സർവശക്തനായ അല്ലാഹുവിന് ശേഷം നിങ്ങൾ അവളുടെ ചുറ്റും നിരന്ന് അവളെ സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ മരിക്കും. അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാണെന്നും അവനുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശ്വസ്തനാണെന്നും അള്ളാഹുവിന്റെ അടുക്കൽ എനിക്കുള്ളത് കൂടുതൽ മികച്ചതും നിലനിൽക്കുന്നതുമാണെന്ന് ഉറപ്പുണ്ടെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവേ, രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ എന്നെ സ്വീകരിക്കണമേ. എനിക്ക് സംഭവിച്ചതും സംഭവിക്കാനുള്ളതുമായ പാപങ്ങൾ പൊറുക്കണമേ. എന്റെ രക്തത്തെ എന്റെ ജനത്തിനും കുടുംബത്തിനും സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത തെളിക്കുന്ന പ്രകാശമാക്കണമേ. എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ ഉടമ്പടി നിറവേറ്റിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മാറുകയോ മാറ്റുകയോ ചെയ്തിട്ടില്ല. ഗസയെ നിങ്ങൾ മറക്കരുത്. എന്റെ പാപമോചനത്തിനും ഞാൻ സ്വീകരിക്കപ്പെടുവാനും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ മറക്കരുത്. അനസ് അൽ ഷെരീഫ്.